ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു സനാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള അൽഫാം മന്തി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അൽഫാമിൻ്റെ മസാല റെഡിയാക്കാം. അപ്പോൾ ഒരു ഉള്ളീൻ്റെ പകുതി, ഒരു തക്കാളീൻ്റെ പകുതി, പിന്നെ കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്. അപ്പോൾ തക്കാളി ഉള്ളി ഞാൻ ചെറുതെടുത്തിന്, ഞാൻ ഒരു 6 പീസേ എടുത്തിട്ടു. അപ്പോൾ അത് അതിൻ്റെ കണക്കാക്കിയിട്ട് എടുത്തിന്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി മുളക്, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണ് ചെറിയ ജീരകം, 1/4 ടീസ്പൂണ് വലിയ ജീരകം, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്, മല്ലിപ്പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളെ ചിക്കനിൽ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഒരു ലെമണിൻ്റെ പകുതിയും ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാല ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഒരു 2-3 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്തിട്ട് വെക്കണം. അപ്പോൾ എന്നെങ്കിൽ ഈ ചിക്കനിൽ മസാല എല്ലാം പിടിക്കൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു 2-3 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഉച്ചക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ തന്നെ ഇതിൻ്റെ മസാല എല്ലാം പുരട്ടി വെക്കാം. അല്ലെങ്കിൽ മുമ്പത്തെ ദിവസം രാത്രി തന്നെ ഉണ്ടാക്കി വെച്ചെങ്കിലും നല്ല മസാല പിടിച്ചിട്ടുണ്ടാവും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അല്ലെങ്കിൽ രാത്രിയിലേക്കാണെങ്കിൽ രാവിലെ തന്നെ വെച്ചാൽ മതി, രാത്രി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ. അതിന് ശേഷം ഒരു 3 മണിക്കൂറിന് ശേഷം ഞാനിത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്തെടുക്കാം. നമുക്ക് ഓവനെല്ലാം ഉണ്ടെങ്കിൽ അൽഫാം ഇതൊന്ന് ഓവണിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ഇപ്പോൾ ഫ്രൈ പാനിൽ ചെയ്തെടുക്കുന്നുണ്ടത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ആകാൻ വെക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചോറ് റെഡിയാക്കാം. അപ്പോൾ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ഉള്ളീൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത്, പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 കപ്പ് മന്തി റൈസ് എടുത്തിട്ടുണ്ടത്, സെല്ല റൈസ്. അപ്പോൾ അതിന് 1 കപ്പിന് 1.5 കപ്പ് അളവിൽ ഞാനിപ്പോൾ വെള്ളം എടുത്തിട്ടുണ്ടത്. അപ്പോൾ 3 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ ക്യൂബ്സ് ഒരു ബോക്സിൽ 2 വരുന്നില്ല, ആ 2 ചിക്കൻ ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട, 1/4 ടീസ്പൂണ് മല്ലി, 1/4 ടീസ്പൂണ് കുരുമുളക്, ഒരു ഡ്രൈ ലെമൺ, ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നില്ല, പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ തിളച്ചതിന് ശേഷം ഇപ്പോൾ 2 കപ്പ് സെല്ല ബാസ്മതി റൈസ് ഞാൻ കൈറ്റ് ഒരു അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ടായിന്, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതിൽ ഞാനിത് ചിക്കൻ ക്യൂബ്സിൻ്റെ തന്നെ നല്ല ഉപ്പുണ്ട്, വേറെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടാണ്. പിന്നെ അതിൻ്റെ എടുക്കുന്നത് ചിക്കന് നോക്കുന്നുണ്ട്, ചിക്കൻ നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയും ചിക്കന് ഫ്രൈ ആക്കാനുണ്ട്. അതിൻ്റെ എടുക്കുന്ന ഇതിൻ്റെ ഉള്ളി വെള്ളമെല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ദം ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ ചിക്കൻ്റെ ആ മസാല എല്ലാം ഈ ചോറിൽ നല്ല ഇറങ്ങി വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആവും. പിന്നെ ഞാൻ ഇതിലേക്ക് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ടൊന്നുമില്ല, അത് സ്മോക്ക് ചെയ്യുന്നൊന്നുമില്ല, ഇതിൻ്റെ ഒരു ടേസ്റ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നല്ല ചിക്കൻ റൈസ് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്, നല്ല വെന്തിട്ട് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ മസാല എല്ലാം അതിലേക്ക് മിക്സ് ആയിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ നല്ല ഈസി ആയിട്ടുള്ള അൽഫാം മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.